ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇന്ന് നമ്മൾ മേജർ അർക്കാന കാർഡ്സ് ആണ് ആദ്യം എടുക്കുന്നത്. ഇന്ന് എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ, ഇന്നത്തെ ഗൈഡൻസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ വന്നിരിക്കുന്നത് ഹെറോഫന്റ് എനർജിയാണ്. ടെമ്പറൻസ്, സൺ കാർഡ്, ഹാങ്ഡ് മാൻ, എംപ്രസ്. ബോട്ടം വന്നിരിക്കുന്നത് മൂൺ കാർഡാണ്. മൂൺ കാർഡ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സ് ചഞ്ചലപ്പെടുന്നുണ്ട്. മനസ്സ് ചഞ്ചലപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂൺ എന്ന് പറയുന്ന ഗ്രഹത്തിന്റെ എനർജി കൂടുതലായിട്ട് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ പോലും കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് വരും. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, അതല്ല, കുറച്ച് മാനസികമായിട്ട് ടെൻഷൻ അനുഭവിക്കുന്ന സമയം, വല്ലാത്തൊരു ആങ്സൈറ്റി ഉണ്ടാകും, ഇല്യൂഷനിൽ പെട്ടിരിക്കും. ഇത്തരത്തിലുള്ള എനർജിയാണ് നമ്മൾ അവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു എനർജിയിൽ നിന്നും നമുക്ക് മുന്നോട്ട് വരാൻ സാധിക്കും. അത് നിങ്ങളുടെ ചില സമയദോഷം ഒക്കെ ആണെങ്കിൽ മാത്രമാണ്. അപ്പോൾ ചില സമയങ്ങൾ നിങ്ങൾക്ക് മാറിക്കിട്ട്, ചില സമയത്ത് നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കുകയും ചെയ്യും. ഇവിടെ അത് ആ ഒരു എനർജി മാറുമ്പോൾ ഇവിടെ ഹെറോഫന്റ് എനർജിയാണ് നമുക്കിവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന നമ്പർ 5 ആണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ബുദ്ധിയുടേതായ എനർജിയാണിത്. ബുധന്റെ ഒരു അനുഗ്രഹമുണ്ട്. കാരണം നിങ്ങൾക്കിപ്പോൾ പഠിക്കാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് അതിലേക്ക് മുന്നിട്ടിറങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ചില പാഠ്യവിഷയങ്ങളിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടാകുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു കോഴ്സ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവാം. ഇനി അതുമല്ല, ഒരുപാട് ജ്ഞാനം ഉണ്ടാകും, നിങ്ങൾക്ക് നോളജ് ധാരാളമായിട്ടുണ്ടാകുന്ന ഈ ഒരു സമയത്ത്. അത് നിങ്ങൾക്ക് പ്രപഞ്ചത്തെ കുറിച്ചാവാം, യൂണിവേഴ്സിനെ കുറിച്ച് കുറേ അധികം ജ്ഞാനമുണ്ടാകുന്നു. അത് നോളജ്, അത് മറ്റുള്ളവരെ ഒന്ന് ഗൈഡൻസ് കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനും അതുപോലെ തന്നെ മറ്റുള്ളവരെ മോട്ടിവേഷൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനും നിങ്ങളുടെ വാക്കുകൾ ഒരു ഇൻസ്പിറേഷനായിട്ട് മറ്റുള്ളവരിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതുമാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ധാരാളമായിട്ട് ഇൻഡ്യൂഷൻ ഉണ്ടാവുന്നുണ്ടാവണം. നിങ്ങൾ കുറച്ചുകൂടി കാര്യബോധത്തിലേക്ക് ഉയർത്തപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മറ്റുള്ളവരാൽ കുറച്ചുകൂടി ഒന്ന് ആദരിക്കപ്പെടുന്ന എനർജി ഉണ്ടാവുന്നു നിങ്ങൾക്ക്. നിങ്ങൾ മുൻപൊക്കെ നേടണമെന്ന് ആഗ്രഹിച്ചിട്ടും കിട്ടാത്തതായ ഒരു നോളജ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നു, ഒരു അന്തർജ്ഞാനം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ലഭിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ചിലപ്പോൾ ചില ഉൾവിളികളും സൈക്കിക് എബിലിറ്റിയും നിങ്ങളിലേക്ക് വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ് ഇപ്പോഴെന്ന് കാണുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരെ ഗൈഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ പറയാതെ തന്നെ മറ്റുള്ളവർ നിങ്ങളെ തേടി വരും. കാരണം അവരുടെ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം കിട്ടാൻ വേണ്ടി നിങ്ങളെ അന്വേഷിച്ചു വരുന്ന എനർജിയാണ് നിങ്ങൾക്ക്. അതുപോലെ മറ്റുള്ളവരുടെ മുൻപിൽ ഒരു പോസിറ്റീവ് എനർജി നിലനിർത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിലായാലും
പോസിറ്റീവ് എനർജി നിലനിർത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അതുപോലെ മെഡിറ്റേഷൻ ചെയ്ത് ചക്രാസിനെ ആക്റ്റീവ് ആക്കുന്ന എനർജി ഉണ്ട് ഇവിടെ. അതുപോലെ ക്രിയേറ്റീവ് എനർജിയെ പ്രയോജനപ്പെടുത്തുന്ന ഒരു സമയമാണ് ഇപ്പോഴെന്നും കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ അതിനായിട്ട് നമുക്ക് എന്താണ് ഇവിടെ നമുക്ക് ക്ലാരിറ്റി വരുത്താൻ വേണ്ടി എന്ത് കാർഡ്സ് നോക്കാം. എയ്റ്റ് ഓഫ് വാൺസിന്റെ എനർജിയാണ്. കണ്ടില്ലേ, ഒരുപാട് ആവേശത്തോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ, നിങ്ങൾക്ക് കോൺഫിഡൻസ് ലഭിക്കുന്ന എനർജിയാണ് ഇവിടെ. ഹെറോഫിന്റെ എനർജി എന്ന് പറയുമ്പോൾ തീർത്തും നല്ല നോളജ് ഉള്ള വ്യക്തികളാണ്. അപ്പോൾ അത് നിങ്ങളിലേക്ക് ഈ ഒരു സമയത്ത് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നു, അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. പല കാര്യങ്ങൾക്കും മറ്റുള്ളവർ ചോദിക്കുന്നതിനൊക്കെ ക്ലാരിറ്റി കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു. അത് നിങ്ങൾക്ക് ഒരുപാട് പവർഫുള്ളായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു എനർജിയാണെന്നാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് ഫിസിക്കലി മെന്റലി ഒക്കെ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ കുറച്ചുകൂടി പവർഫുൾ ആവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. യാതൊരു സംശയവുമില്ലാതെ മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു. അവരുടെ കാര്യങ്ങൾക്ക് ഒരു വ്യക്തത നേടിക്കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് കാണുന്നത്. അടുത്തായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ടെമ്പറൻസിന്റെ എനർജിയാണ്. ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകുക, അതായത് ഡിവൈൻ ഫെമിനിൻ എനർജി, ഡിവൈൻ മാസ്കുലൈൻ എനർജി. ഇത് പുരുഷ ഊർജവും സ്ത്രീ ഊർജവും ഒരിടത്ത് തന്നെ വസിക്കുന്നു, ഒരേ ഒരു ശരീരത്തിൽ. ഈ രണ്ട് എനർജി എല്ലാവർക്കും ഉള്ളതാണ്, ഈ രണ്ട് എനർജി. പക്ഷെ ഇവിടെ കൂടുതൽ അത് ആക്റ്റീവ് ആകുന്നു. അതുകൊണ്ട് തന്നെ ഈക്വലായിട്ട് ഗിവ് ആൻഡ് ടേക്ക് ചെയ്തു പോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളെ കൊണ്ട് എന്ത് എനർജി ആയാലും ശരി കുറച്ചുകൂടി മുന്നോട്ടേക്ക് വരാൻ സാധിക്കുന്നു. ഈശ്വരീയമായ അനുഗ്രഹം നേടാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. അല്ല എങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള എനർജി ഉണ്ട്, ഒരു ഈശ്വരീയ വാസം നിങ്ങൾക്കുള്ളിൽ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണാൻ കഴിയുന്നത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന അതാണ്. അതുപോലെ ബാലൻസ് ഏത് കാര്യത്തിലും ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ട്. ഈ ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നതാണ്. പലപ്പോഴും ഏതൊരു കാര്യവും നമുക്ക് ബാലൻസിങ് ബുദ്ധിമുട്ടാവും. സാമ്പത്തിക കാര്യമാകാം, അതുപോലെ തന്നെ അറിവിന്റെ കാര്യമാകാം, അതുപോലെ മറ്റു പല കാര്യങ്ങളുമാകാം. ബിസിനസ് കാര്യങ്ങളിലായാലും സമൂഹത്തിൽ എന്ത് കാര്യമായാലും ഒരു ബാലൻസിങ് നഷ്ടപ്പെടുന്ന എനർജി ഉണ്ടാകും, പ്രത്യേകിച്ച് റിലേഷൻഷിപ്പില്. അപ്പൊ അതിനെ അങ്ങനെ ചെയ്ത് കൊണ്ടുപോകാൻ, ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ട് ഈ ഒരു സമയത്ത് കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നൈറ്റ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. കണ്ടല്ലേ, സാമ്പത്തികം നിങ്ങൾക്ക് എന്തോ മനസ്സിൽ ആഗ്രഹിച്ചോ അത് നിങ്ങൾക്ക് എവിടെ നിന്നായാലും ലഭിക്കും. ചിലപ്പോൾ അന്യ നാട്ടിലേക്ക് ജോലിക്ക് പോകാനാണോ നിങ്ങളിപ്പോൾ ആഗ്രഹിച്ചിട്ടുള്ളത്, അത് തന്നെ നിങ്ങളുടെ ഉള്ളിലെ ഡിവിനിറ്റി അല്ലെങ്കിൽ നിങ്ങൾ ആത്മീയതയിലേക്ക് മുന്നോട്ട് ഇറങ്ങുന്ന സമയമാണെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു എനർജി നിങ്ങളുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെയും പരിശുദ്ധി നിറയ്ക്കാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് സക്സസ് വരുന്നു എന്ന് കാണുന്നുണ്ട്. ഇത് നിങ്ങൾ ദൂരദേശത്ത് ജോലി വിചാരിച്ചിട്ടുണ്ടോ? പെർമനന്റായ ഒരു ജോലി ലഭിച്ചിരിക്കും എന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടോ? അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ സാധ്യമാകും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഒരു നിങ്ങളുടെ ഉള്ളിൽ ഒരു ഡിവിനിറ്റി എല്ലായ്പ്പോഴും വർത്തിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിയും, പ്രവർത്തിക്കുന്നതായിട്ട്, അതാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഡിവിനിറ്റി നിമിത്തം നിങ്ങൾക്ക് മനഃശാന്തിയോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും. അതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് ദൂരെ നിന്നായാലും ആരെങ്കിലും ഒക്കെ നിങ്ങളിലേക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്ന എനർജിയാണ്. അല്ലെങ്കിൽ നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടാകാം ഇവിടെ നിന്നെങ്കിലും ഒരു സാഹചര്യം, സമ്പത്തിൻ്റെതായ സാഹചര്യം, അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ ഒന്ന് സഹായിച്ചിരുന്നു എങ്കിൽ എന്ന് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, അതുമല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും വിദേശത്ത് പോയി ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനൊക്കെ പെട്ടെന്ന് തന്നെ സാമ്പത്തികം നിങ്ങൾക്ക് ലഭിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാമ്പത്തികപരമായ ഉയർച്ചയും നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്.
അടുത്തായിട്ട് നമുക്ക് സണ്ണിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. സൺ എന്ന് പറയുന്നത് വളരെയധികം ഹാപ്പിനെസ്സിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ പലർക്കും നിങ്ങൾ കൃത്യസമയത്ത് തന്നെ യോഗ ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ല ഉപാധിയാണ് ധ്യാനം ചെയ്യുക എന്ന് പറയുന്നത്. മനസ്സിലായി? ധ്യാനത്തിലൂടെയാണ് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് നിങ്ങളുടെ ഉള്ളിലുള്ള ടോക്സിക് ആയിട്ടുള്ള എനർജിയെ പുറത്തേക്ക് കളയാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. ഈ ഒരു സമയത്ത് നിങ്ങളിവിടെ സൂര്യ നമസ്കാരം, അതായത് അതിരാവിലെ എഴുന്നേറ്റിട്ട് സൂര്യഭഗവാനെ നോക്കിയിട്ട് സൂര്യ ഗായത്രി ജപിക്കുന്നത് ഏറ്റവും നല്ലതാണ്. 7 തവണയെങ്കിലും ഓം ഭൂർഭുവസ്വഹ എന്ന് പറയുന്ന ആ ഒരു മന്ത്രം ഗായത്രി മന്ത്രമാണ്. അപ്പൊ അത് നിങ്ങൾക്ക് ജപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓർമ്മശക്തി, പ്രത്യേകിച്ചും പഠിക്കുന്ന കുട്ടികളുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ലതാണ്. സ്ഥിരം ഒന്ന് ജപിച്ചു നോക്കൂ. ഉദിച്ചു വരുന്ന സൂര്യനെ നോക്കി, അത് കണ്ടില്ല എങ്കിൽ സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ സകല ചരാചരങ്ങൾക്കും ഒരേപോലെ ചൂടും പ്രകാശവും തരുന്ന ഒരു ദേവനായിട്ടാണ് സൂര്യദേവനെ കരുതുന്നത്, സൂര്യഭഗവാൻ. മനസ്സിലായി? അങ്ങനെ പലരും ഏറ്റവും ഉയർന്ന തരത്തിലുള്ള എനർജി ആയിട്ടാണ് കരുതുന്നത്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുതരുന്നതാണ്. ജീവിതത്തിന്റെ ഉയർച്ചയിലേക്ക് നിങ്ങളെ നയിക്കുന്ന എനർജിയുമാണ് സണ്ണിന്റെ എനർജി. ഹാപ്പിനെസ്സിലേക്ക് പോകാൻ സാധിക്കുന്നു നിങ്ങൾക്ക് ഈ ഒരു സമയത്ത്. വിവാഹം നടക്കാനുള്ളവരുടെ വിവാഹം നടക്കുക, ജോലി പുതിയതായിട്ട് ലഭിക്കുക, ശമ്പളം കൃത്യമായിട്ട് ലഭിക്കുക, ഇത്തരത്തിലൊക്കെയുള്ള എനർജിയിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു. അതുമല്ല, കുട്ടികൾക്ക് നോക്കിയിരിക്കുന്നവർക്ക് കുട്ടികളുടേതായ എനർജിയും ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല ഒരു അഭിവൃദ്ധിയിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. അതുപോലെ സൂര്യ നമസ്കാരം ചെയ്യുന്നത്, നിങ്ങൾ യോഗയൊക്കെ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് എന്ന് കാണുന്നുണ്ട്. ഇവിടെ വന്നിരിക്കുന്നത് ജഡ്ജ്മെന്റ് ആണ്. ജഡ്ജ്മെന്റ് ലഭിക്കും, നിങ്ങൾക്ക് രണ്ടാമതൊരു ലൈഫ് നിങ്ങൾക്ക് ലഭിക്കും. മനസ്സിലായോ? ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. സാമ്പത്തികമായാലും, അതുമല്ല മറ്റേതെങ്കിലും കാര്യം, ഭൗതികപരമായാലും, ഏത് കാര്യത്തിലായാലും നിങ്ങൾക്ക് മുന്നോട്ടൊരു അഭിവൃദ്ധിയിലേക്ക് വരാൻ സാധിക്കുന്നു. പാട്ടും പാടി സുഖിച്ച് ജീവിക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ രണ്ടാമതൊരു ജന്മത്തിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ സാധിക്കുന്ന ആ രണ്ടാമതൊരു ജന്മം എന്ന് പറയുന്നത് ഒത്തിരി ഒത്തിരി സന്തോഷത്തിലേക്ക് വരാനും നിങ്ങളെ കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ്. ഇത് നിങ്ങളുടെ കർമ്മ ഒടുങ്ങി കിട്ടുന്നതാണ്. നിങ്ങൾ സൂര്യ നമസ്കാരം ചെയ്തു, അതുപോലെ സൂര്യ ഗായത്രി ജപിച്ചു ഒക്കെ വരികയാണെങ്കിൽ നിങ്ങളുടെ കർമ്മം കുറച്ചൊക്കെ റിലീസാവും. അങ്ങനെ മെഡിറ്റേഷൻ ചെയ്ത് യോഗ ചെയ്തൊക്കെ വരികയാണെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങളുടെ ശരീരത്തിൽ തന്നെ നല്ല എനർജി നിലനിർത്താൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു. നിസ്സാരമായ അസുഖങ്ങളെയൊക്കെ നിങ്ങൾക്ക് വിട്ടുകളയാൻ പറ്റും. നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകും. എപ്പോഴും എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. അതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് കർമ്മ റിലീസാവും, നിങ്ങളിൽ നിന്നും നല്ല ഒരു പുതിയ ലൈഫിലേക്ക് പോകാൻ സാധിക്കും. ഒരു ജഡ്ജ്മെന്റ് നേടാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. ഡിവൈൻ സപ്പോർട്ടോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ടൊരു നല്ല ലൈഫ്, നല്ല 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 അനുഗ്രഹങ്ങളോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അടുത്തായിട്ട് നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഹാങ്ഡ് മാൻ്റെ എനർജിയാണ്. ഹാങ്ഡ് മാൻ എന്ന് പറയുമ്പോഴെന്താണ്? തലകീഴായി കിടക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ്. അപ്പോൾ തലകീഴായി കിടക്കുന്നത് എന്തുകൊണ്ടാണ്? പല കാര്യങ്ങൾക്കും ഉത്തരം കിട്ടാത്ത അവസ്ഥ. ആ ഉത്തരം കിട്ടാത്ത അവസ്ഥ വരുന്നത് എന്തുകൊണ്ടാണ്? മറ്റ് കാര്യങ്ങളിലൊന്നും ഒരു ശ്രദ്ധയുമില്ലാതെ നിൽക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ശ്രദ്ധയുണ്ട് എങ്കിൽ പോലും ബുദ്ധി ചിലപ്പോഴൊന്നും പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നില്ല. ബുദ്ധി ഉണ്ടായിരിക്കും, പക്ഷെ ആ ചില സമയങ്ങളിൽ പെട്ടെന്ന് ബുദ്ധി പ്രവർത്തിക്കാത്ത ഒരു എനർജിയാണ്. പല തീരുമാനങ്ങൾക്കും മറുപടി കിട്ടുന്നില്ല. തല കീഴായി കിടന്നും തല നേരെ വെച്ചും ചിലപ്പോഴൊക്കെ ഒരുപാട് ചിന്തിക്കും. 2-3 ദിവസങ്ങളോളം പല കാര്യങ്ങൾക്കും ഉത്തരം കിട്ടാൻ വേണ്ടി ചിന്തിച്ചങ്ങനെ ഇരിക്കും. ആ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് വരണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു കാഴ്ചപ്പാടിനെ ഒന്ന് മാറ്റുക, കുറച്ചുകൂടി വിവേചനാശക്തി കൊണ്ടുവരിക.
മറ്റ് ചിന്തിക്കാനുള്ള ഒരു കഴിവുണ്ടാകണം. തൽക്കാലത്തെ വിഷയത്തിൽ നിന്ന് ഒന്ന് മാറി ചിന്തിക്കുക. അങ്ങനെ മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇരുളിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും. ഇപ്പോൾ തൽക്കാലത്തെ ഒരു ഇരുളിലാണ്, സ്റ്റക്കായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്നത് പോലെ നിങ്ങൾ തൽക്കാലത്തേക്ക് നമ്മളുടെ ചില സാധനങ്ങളൊക്കെ നമ്മളുടെ കയ്യിൽ നിന്നും കാണാതെ പോയി കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ വെപ്രാളപ്പെട്ട് അവിടെ ഇവിടെ ഒക്കെ നോക്കും അല്ലെ, ആ സാധനം കിട്ടില്ല. പക്ഷെ 2 ദിവസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞായാലും മറ്റെന്തെങ്കിലും ഒന്ന് തേടി ചെല്ലുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സാധനം ചിലപ്പോൾ കിട്ടും. എന്തുകൊണ്ടാണത്? ആ ധൃതി, നമ്മളുടെ ആ ഒരു എനർജി ഉണ്ടല്ലോ, ആ ധൃതി പിടിച്ച ആ എനർജി, അത് നെഗറ്റീവായ എനർജി, അതിനെ അവിടെ കുറയ്ക്കാൻ കഴിയുന്നു. നല്ല ബുദ്ധി പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. കുറച്ചുകൂടി സൈലൻസിലേക്ക് വരാൻ സാധിക്കുന്നു. അപ്പോഴാണ് ഉദ്ദേശിച്ച കാര്യങ്ങൾ സാധിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഒരു പുതിയൊരു വീക്ഷണത്തിലൂടെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ, പുതിയൊരു കാഴ്ചപ്പാട് നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും. ആഗ്രഹിച്ച കാര്യങ്ങൾ സഫലമാവുകയും ചെയ്യും എന്നുള്ളതാണ് കാണുന്നത്. അതായത് ബുദ്ധിയെ പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ്. ധൃതി പിടിച്ച ഒരു കാര്യവും നേടാൻ ശ്രമിക്കരുത്. 5 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. പല കാര്യങ്ങളും വിട്ടുപോവുക, വിട്ടുകളയുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളെയൊക്കെ വിട്ടുകളയാവുന്നതാണ്. സന്തോഷത്തിലേക്ക് മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. നമുക്ക് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് എംപ്രസിന്റെ എനർജിയാണ്. എംപ്രസിന്റെ എനർജി എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഒരു ക്രിയേറ്റീവ് എനർജിയാണ്. നമ്പർ 3 ആണ് വന്നിരിക്കുന്നത്. ക്രിയേറ്റീവ് എനർജിയുടേതായിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. ഈ ഒരു എനർജി എന്ന് പറയുന്നത് എന്താണ്? ക്രിയേറ്റീവ് എനർജി നിങ്ങൾക്ക് എന്തൊക്കെയാണ് സമ്മാനിക്കുന്നത്? ഏറ്റവും വലിയ സന്തോഷത്തെ തരുന്ന, ഇവിടെയാണ് ഒരു ദൈവാനുഗ്രഹം ഉണ്ടാകുന്ന. അമ്മയാവാനുള്ള കഴിവ്, അച്ഛനാവാനുള്ള കഴിവ് എന്നൊക്കെ പറയുന്നത് തന്നെ എന്താണ്? ക്രിയേറ്റീവ് എനർജിയുടെ ഭാഗമാണ്, ദൈവാനുഗ്രഹത്തിന്റെ ഭാഗമാണ്. എത്രയോ പേർ നോക്കിയിരുന്നു, വർഷങ്ങളോളം നോക്കിയിരുന്നിട്ടും കുട്ടികൾ ഇല്ലാതെ വിഷമിക്കുന്നു അല്ലെ. അതൊക്കെ ചിലപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ദൈവാനുഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ പിന്നീട് പല കാര്യങ്ങളും ചെയ്ത് ഭാഗ്യം വർദ്ധിപ്പിച്ചു വരുമ്പോഴാണ് അതൊക്കെ സാധ്യമാകുന്നത്. ഇവിടെ എന്ന് പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളിലും ഒന്ന് ഐശ്വര്യത്തിലേക്ക് വരാൻ, സമൃദ്ധിയിലേക്ക് വരാൻ, സമൃദ്ധിയിൽ നിറഞ്ഞു നിൽക്കാനുള്ള കഴിവുണ്ടാവുന്നത് എപ്പോഴാണ്? ദൈവാനുഗ്രഹം ഉണ്ടാവുമ്പോൾ. മറ്റുള്ളവരുടെ ഒരു ശ്രദ്ധ കിട്ടുന്നത്, എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ കഴിയുന്നത്, മറ്റുള്ളവരിൽ നിന്നും ഒരു പ്രത്യേക ശ്രദ്ധ ആകർഷിക്കപ്പെടാൻ കഴിയുന്നത്, മുഖത്തെ തേജസ് ഒക്കെയും ഇത്തരത്തിലുള്ള വ്യക്തികൾക്കാണ് കൂടുതലായിട്ടും ഉണ്ടാവുന്നത്. എംപ്രസ് എന്ന് പറയുമ്പോൾ ഒരു മഹാറാണി, മഹാറാണിയെ പോലെ വാഴാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. ഈ ഒരു കഴിവിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ദൈവാനുഗ്രഹമാണ്, ക്രിയേറ്റീവ് എനർജിയാണ്. ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലതുപോലെ ദൈവാനുഗ്രഹം കിട്ടിയ വ്യക്തികളുടെ ലക്ഷണം തന്നെയാണ്. അങ്ങനെ ഈ സമയത്ത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എനർജിയിലൂടെ മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ ഓം ചാൻറ്റ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. മനസ്സിലായോ? നാരായണായ നമഃ എന്നൊക്കെ മന്ത്രം ജപിക്കാവുന്നതാണ്. അതായത് നമ്മളിപ്പോൾ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ വിചാരിക്കും നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധയൂന്നി പറയുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിൽ അധിഷ്ഠിതമായിട്ട് പറയുകയാണെന്നൊക്കെ പറയുന്നതൊന്നുമല്ല. നമ്മളെല്ലാം പ്രപഞ്ചത്തിന്റെ സന്തതികൾ തന്നെയാണ്. അത് മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ. അല്ലാതെ ഇവിടെ നമ്മൾ മറ്റൊന്നും തന്നെ കൊണ്ടുവരുന്നില്ല. മതപരമായ ഒരു ആചാരത്തെയും മുൻനിർത്തി അല്ല നമ്മളിവിടെ സംസാരിക്കുന്നതും ഈ റീഡിംഗ് എടുക്കുന്നതും ഒന്നും. നമുക്കിവിടെ പ്രപഞ്ചത്തിൽ നിന്നുള്ള പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹം വേണം, യൂണിവേഴ്സിന്റെ അനുഗ്രഹം. എല്ലായ്പ്പോഴും യൂണിവേഴ്സിനെ നമ്മൾ ലവ് ചെയ്യുക, സ്നേഹിക്കുക, താങ്ക് യു പറയുക, അതൊക്കെയാണ് ഏറ്റവും അത്യാവശ്യം. അങ്ങനെ വരുമ്പോഴാണ് നിങ്ങളിലേക്ക് കൂടുതലായിട്ട് അനുഗ്രഹങ്ങൾ വരുന്നത്. എല്ലാം യൂണിവേഴ്സിൽ ഉണ്ട്, പ്രപഞ്ചത്തിൽ ഇല്ലാത്തതൊന്നുമില്ല. ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിലുമുണ്ട്. നമ്മൾ പ്രപഞ്ചവുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായി? നമുക്ക് വേണ്ടത് നമ്മൾ പുറത്തെങ്ങും അന്വേഷിക്കേണ്ട കാര്യമില്ല, നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അത് നമ്മൾ കണ്ടെത്തണം. അവിടെയാണ് നമ്മുടെ മിടുക്കെന്ന് പറയുന്നത്.
ബുദ്ധി പ്രയോഗിക്കേണ്ടത് അവിടെയാണ്. ഇവിടെ കണ്ടില്ലേ, സ്റ്റാറായിട്ട് തിളങ്ങാൻ സാധിക്കുന്നു. ഇവിടെ ഒരു സ്റ്റാറിന്റെ പരിവേഷമാണ് എംപ്രസിനുള്ളത്. താരമായിട്ട് തിളങ്ങുകയാണ് മറ്റുള്ളവരുടെ മുൻപിൽ. ഉയർച്ചയിലേക്ക് വരുന്നു. കുറച്ചുകൂടി നിങ്ങൾക്ക് ഈ സമയത്ത് ഉയർച്ചയിലേക്ക് വരാൻ കഴിയുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ചക്രാസ് ഒക്കെ ഒന്ന് ആക്റ്റീവ് ആകുന്നു. എംപ്രസിന്റെ ചക്രാസ് ഒക്കെ ആക്റ്റീവ് ആണല്ല എല്ലായ്പ്പോഴും. ഇവിടെ കണ്ടില്ലേ, ഇവിടെ നിങ്ങൾക്ക് ചക്രാസ് ആക്റ്റീവ് ആകുന്ന എനർജിയിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താണ്, ഈക്വലായിട്ട് ഗിവ് ആൻഡ് ടേക്ക് ചെയ്തു പോകാൻ സാധിക്കുന്നു. സമതുല്യമായിട്ട് മറ്റ് പല കാര്യങ്ങളെയും കാണാൻ സാധിക്കുന്നു. മനുഷ്യരെ തന്നെ അങ്ങനെ കാണാൻ സാധിക്കുന്നു, പല ജീവജാലങ്ങളെയും. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു താരമായിട്ട് തിളങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എംപ്രസിന് മറ്റുള്ളവരുടെ മുൻപിൽ താരമായിട്ട് തന്നെയാണ് എംപ്രസും തിളങ്ങുന്നത്. മറ്റുള്ളവർ അംഗീകരിക്കുന്ന, ആദരിക്കുന്ന ഒരു എനർജി നിങ്ങൾക്ക് വരാൻ പോകുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ജോലി സ്ഥലത്തൊക്കെ ആണെങ്കിലോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അർഹതയ്ക്കുള്ള അംഗീകാരം ലഭിക്കാനുള്ള സമയമായി. അതുപോലെ നിങ്ങൾക്ക് ഉയർച്ചയിലേക്ക് പോകാനും സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് നല്ലൊരു ഉയർച്ച വരുന്നുണ്ട് നിങ്ങളുടെ ജോലിക്കാര്യങ്ങളിൽ, അതുപോലെ നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ ഒക്കെ ഒരു ഉയർച്ചയിലേക്ക് പോകാനുള്ള സമയമാണിത്. അങ്ങനെ ഒരു സമയം വരുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആ ഒരു എനർജിയിലാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഇവിടെയും കണ്ടില്ല, വളരെ അതിശയമാണ്. നമുക്ക് എംപ്രസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ടാരോ കാർഡ്സിൽ നമുക്ക് വന്നിരിക്കുന്നത് എംപ്രസ് തന്നെയാണ്. ഇവിടെയും കണ്ടില്ലേ, അനുഗ്രഹമാണ്. ഇവിടെ ദൈവാനുഗ്രഹമാണ് വന്നിരിക്കുന്നത്. പ്രോസ്പെറിറ്റി, ഐശ്വര്യം, സമൃദ്ധി, ഇതെല്ലാം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന നിങ്ങൾക്ക് ചുറ്റിനും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. എല്ലാ കാര്യത്തിലും സക്സസ് ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ഒരു വിജയിയായിട്ട് നിലനിൽക്കാൻ ഈ ഒരു സമയത്ത് നിങ്ങളെ കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങളുടെ സാഹചര്യവുമായിട്ട് മാച്ചാവുന്നുവെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മനസ്സിലായോ? നിങ്ങൾ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവല്ലേ. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.